ഞാനിവിടെ നിൽക്കുന്നത് രണ്ട് കാരണത്തിലാണ്. ഒന്ന്, ഇതിങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായി മാറിത്തീരാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യം. രൂപത മുഴുവൻ ഈ ഭാഗത്തേക്ക് ഒഴുകി ഇറങ്ങണം എന്ന് ആവശ്യപ്പെടുന്ന ആളാണ് ഞാൻ. ഇതൊരു പൊഴിയൂരുകാരുടെ മാത്രം പ്രശ്നമായിട്ട് കാണുക. ഇത് തിരുവനന്തപുരം അതിരൂപത ഉൾക്കൊള്ളുന്ന മത്സ്യത്തൊഴിലാളി മക്കളുടെ അവരുടെ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഞാനിന്നിവിടെ രണ്ട് തരത്തിലത്. ഒന്ന്, ഞാനും ഒരു കടലിന്റെ മകൻ. രണ്ട്, ഈ ഫെറോനയിലെ TSSന്റെ ഉത്തരവാദിത്വമുള്ള വൈദികൻ. നിങ്ങളുടെ ഈ സൂചന ഇന്ന് മുതൽ അത് ലക്ഷ്യം കാണുന്നത് വരെ സമരത്തിന്റെ ശക്തമായ വഴികളിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും അതിനാവശ്യമുള്ള പുലിയോള ഫെറോനയിലെ TSSന്റെ ഏതൊക്കെ പോഷക ഘടകങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തണമോ അതിനെല്ലാം ശക്തിപ്പെടുത്താൻ നമ്മളുണ്ട്. ഞാൻ പറയുന്നത്, സർക്കാരിന്റെ ഭാഗത്തുള്ള ഈ നിശബ്ദത മരണകരമായ ഒരു അനുഭവം നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നാടിനെ രക്ഷിക്കാനായിട്ട് തങ്ങൾക്കുള്ളതെല്ലാം മാറ്റിവെച്ച മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ അവരുടെ നിലനിൽപ്പ് നാളെ എന്താകുമെന്ന് അറിയാതെ ആകുലപ്പെട്ട് ഈ ദിവസങ്ങളിൽ പത്രവാർത്തകളിലൂടെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടും മുഖം തിരിച്ചു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇന്ന് ആരംഭിക്കുന്ന ഈ ഒരു സമര പരിപാടി അത് പതുക്കെ വീര്യം ഏറിക്കൊണ്ട് ശക്തി ആർജിച്ചുകൊണ്ട് പല മേഖലകളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക.